നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം നഗരസഭയിൽ ഇന്നലെയുണ്ടായ കയ്യാങ്കളിയും മറ്റ് അനിഷ്ട സംഭവങ്ങളുമെല്ലാം നമ്മൾ കണ്ടതാണ്. അതായത് മേയർ വി രാജേഷിനെതിരെ പ്രത്യക്ഷ സമരവുമായി CPM രംഗത്തുണ്ട്. കൗൺസിലർ സുഗതനെ ചൊല്ലിയാണ് ഈ തർക്കം. അതായത് കാപ്പ കേസിൽ പ്രതിയായിട്ടുള്ള വാഴോട്ടുകോണം കൗൺസിലർ BJP കൗൺസിലർ ആർ സുഗതന്റെ രാജി വാങ്ങണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് CPM കൗൺസിലർമാർ സമരം നടത്തുന്നത്. ആ സമരത്തിന്റെ മറ്റൊരു ഘട്ടം എന്ന നിലയിലാണ് കഴിഞ്ഞ ദിവസം നഗരസഭാ കാര്യാലയത്തിന് പുറത്ത് നടന്നിരുന്ന സമരം അകത്തേക്ക് മാറ്റിയത്. മേയറുടെ ഓഫീസിന് മുന്നിലേക്ക് സമരം മാറ്റുകയായിരുന്നു. മേയർ ഓഫീസിലെത്തുന്ന സമയം CPM പ്രവർത്തകർ തടയാൻ ശ്രമിച്ചു. പക്ഷേ ബലപ്രയോഗത്തിലൂടെ തന്നെ മേയർ അകത്തേക്ക് കടന്നു. ആ സമയത്തുണ്ടാകുന്ന ഒരു വലിയ സംഘർഷം, ആ സംഘർഷത്തിലാണ് ഒട്ടനവധി കൗൺസിലർമാർക്കും മേയർക്കുൾപ്പെടെ പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തത്. മേയറുടെ കാലിന് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. ഡെപ്യൂട്ടി മേയർക്ക് തലക്കടിയേറ്റു എന്ന ആരോപണം വരുന്നുണ്ട്. നിരവധി കൗൺസിലർമാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. LDF കൗൺസിലർമാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരു LDF കൗൺസിലറുടെ തല പൊട്ടി തയ്യലുണ്ട് എന്ന വാർത്ത നമ്മൾ കേട്ടതാണ്. അതുകൊണ്ട് തന്നെ രണ്ടു ഭാഗവും പരസ്പരം പഴിചാരി കേസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് BJPയുടെ കൗൺസിലർമാരും മേയറും അടക്കമുള്ളവർ കേസിൽ ഇപ്പോൾ പ്രതിയാണ്. മറുഭാഗത്ത് LDF നേതാക്കന്മാരും കൗൺസിലർമാരുമെല്ലാം മുൻമന്ത്രി V ശിവൻകുട്ടിയും കടകംപള്ളി സുരേന്ദ്രനും ഉൾപ്പെടെയുള്ളവർ കേസിൽ പ്രതിയായിരിക്കുന്നു ഇന്നലത്തെ സംഘർഷത്തിൽ. ഈ സംഘർഷം പക്ഷേ ഒറ്റപ്പെട്ട ഒരു സംഘർഷമല്ല. നഗരസഭയിൽ ഭരണപക്ഷത്തിനെതിരെ നടത്തുന്ന ഒരു വലിയ രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമാണ് എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ സംഘർഷത്തിന്റെ തൊട്ടുപിന്നാലെ, അതായത് ആർ സുഗതൻ എന്ന വാഴോട്ടുകോണം കൗൺസിലറെ ചൊല്ലിയുണ്ടായ ആ ഒരു തർക്കം, അതിന് തൊട്ടുപിന്നാലെ ഈ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട തർക്കം, ആ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് പുനഃസത്യപ്രതിജ്ഞ ചെയ്യാനായി ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടാകുന്നു, ഉത്തരവുണ്ടാകുന്നു. അതിനനുസരിച്ച് ആ ഉത്തരവ് വന്ന് മണിക്കൂറുകൾക്കകം തന്നെ BJP സ്വന്തം നിലയിൽ ഈ സത്യപ്രതിജ്ഞ നടത്തുന്നു. അതിനുശേഷം ഇതാ കോൺഗ്രസ് ഒരു സുപ്രധാനമായ രാഷ്ട്രീയ നീക്കവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. കോർപ്പറേഷനിൽ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള KS ശബരിനാഥിന്റെ നേതൃത്വത്തിലാണ് ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ നീക്കം നടത്തുന്നത്. ഈ അവസരത്തിൽ അവിശ്വാസ പ്രമേയവുമായി രംഗത്ത് വരികയാണ് കോൺഗ്രസ്. അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് ചേരുന്ന കോൺഗ്രസ് കൗൺസിലർമാരുടെ യോഗത്തിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനുള്ള തീരുമാനം എടുക്കുമെന്നാണ് സൂചന. മന്ത്രി K മുരളീധരൻ അടക്കമുള്ളവർ ഈ കാര്യവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലാണ്. കോർപ്പറേഷന്റെ ഭരണം അട്ടിമറിക്കുക, BJPയെ പുറത്താക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് കോൺഗ്രസ് ഈ നീക്കങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം CPMഉം BJPയും തമ്മിൽ വലിയ സംഘർഷമാണ് കോർപ്പറേഷൻ പരിസരത്ത് ഉണ്ടായത്. അതുകൊണ്ട് രണ്ട് വിഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വൈരാഗ്യത്തിലുമാണ്. ഈ സാഹചര്യത്തിൽ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ ആ അവിശ്വാസ പ്രമേയത്തിന് CPM പിന്തുണ ലഭിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് KS ശബരിനാഥ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വവുമായി ഈ അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശബരിനാഥ് ചർച്ച ചെയ്തുവെന്നും ഇന്ന് ചേരുന്ന കൗൺസിലർമാരുടെ യോഗത്തിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കണമോ വേണ്ടയോ എന്ന തീരുമാനമെടുക്കും. കോൺഗ്രസിന്റെ അവിശ്വാസ പ്രമേയം ഉടൻ ഉണ്ടാകും എന്ന് തന്നെയാണ് സൂചന. ഈ മാസം 29-ന് കൗൺസിൽ ചേരാനിരിക്കുകയാണ്. കൗൺസിൽ സമ്മേളനം വിളിച്ചിരിക്കുകയാണ് മേയർ. അതുകൊണ്ട് തന്നെ 29-ന് ചേരുന്ന കൗൺസിലിൽ തന്നെ ഈ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ, അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകാനാണ് ഇപ്പോൾ കോൺഗ്രസ് ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചാൽ BJPക്ക് അതൊരു രാഷ്ട്രീയ തിരിച്ചടിയാകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഇതുവരെ ഇല്ലായിരുന്നു. പക്ഷേ ഈ ഒരു അവിശ്വാസ പ്രമേയം കൂടി വരുമ്പോൾ പ്രത്യേക സാഹചര്യത്തിൽ ചില കാര്യങ്ങളിൽ BJPക്ക് ആശങ്കപ്പെടാനുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന. അതായത് 101 അംഗങ്ങളാണ് കോർപ്പറേഷനിലുള്ളത്. 101 കൗൺസിലർമാരാണ് ആകെയുള്ളത്. 50 BJP കൗൺസിലർമാരാണ് ഉള്ളത്. ഇടത് സ്വതന്ത്രനായി ജയിച്ച മറ്റൊരു കൗൺസിലർ, അതായത് 50 കൗൺസിലർമാർ BJPക്കും 29 കൗൺസിലർമാർ LDFനും 20 കൗൺസിലർമാർ UDFനുമുണ്ട്. 2 സ്വതന്ത്രന്മാരും അവിടെയുണ്ട്. ഈ 2 സ്വതന്ത്രന്മാരിൽ ഒരു സ്വതന്ത്രനെ BJPക്ക് പിന്തുണ നൽകുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ 51 അംഗങ്ങളുടെ പിന്തുണ BJPക്ക് അവകാശപ്പെടാൻ സാധിക്കും. ഇങ്ങനെ 51 പേരുമുണ്ടെങ്കിൽ തീർച്ചയായും BJP അവിശ്വാസ പ്രമേയത്തെ അതിജീവിക്കും. കാരണം CPMഉം കോൺഗ്രസും കൈകോർത്താൽ പോലും
അവിടെ 49 പേരുടെ പിന്തുണ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ 2 പേരിൽ ഒരാളുടെ പിന്തുണ BJPക്ക്, അതായത് 2 സ്വതന്ത്രന്മാരിൽ ഒരാളുടെ പിന്തുണ ഇതുവരെയും BJPക്ക് പ്രത്യക്ഷത്തിൽ ലഭിച്ചിട്ടില്ല. രണ്ടാമത്തെ സ്വതന്ത്രന്റെ പിന്തുണ UDFന് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് പോവുകയാണെങ്കിൽ കൂടി 50 എന്ന സംഖ്യയിലേക്ക് പ്രതിപക്ഷം ഒതുങ്ങും. 51 എന്ന സംഖ്യയിലേക്കായിരിക്കും BJP വരിക. അതുകൊണ്ട് തന്നെ അവിശ്വാസ പ്രമേയവും പാസ്സാകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഇവിടെ BJPയെ പ്രതിസന്ധിയിലാക്കുന്നത് വാഴോട്ടുകോണം കൗൺസിലർ തന്നെയാണ്. വീണ്ടും വാഴോട്ടുകോണം കൗൺസിലർ കാപ്പ ചുമത്തപ്പെട്ട് വിയൂർ സെൻട്രൽ ജയിലിലാണ്. അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞയും ഹൈക്കോടതി അസാധുവാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ 4 ആഴ്ചയ്ക്കുള്ളിൽ, അടുത്ത 4 ആഴ്ചയ്ക്കുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവസരം തേടുകയാണ് BJP. ഇതിനായി ഹൈക്കോടതിയിൽ ഇടക്കാല ജാമ്യത്തിന് BJP ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സമാന്തരമായി ഈ കാപ്പ ഉപദേശക സമിതിയിൽ അപ്പീൽ പോവുകയും മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ട്. കാപ്പ ചുമത്താനുള്ള കുറ്റകൃത്യങ്ങളൊന്നും സുഗതന്റെ പേരിൽ ആരോപിക്കപ്പെട്ടിട്ടില്ല. കോർപ്പറേഷൻ ഭരണം അട്ടിമറിക്കാനുള്ള രാഷ്ട്രീയ നീക്കമാണ് ഇതിന്റെ പിന്നിൽ എന്ന് നഗരസഭാ ഭരണസമിതി അല്ലെങ്കിൽ കോർപ്പറേഷൻ ഭരണസമിതി കൃത്യമായി ഈ കാപ്പ ഉപദേശക സമിതിയെ അറിയിക്കും. ഹൈക്കോടതിയും ഇക്കാര്യങ്ങൾ ധരിപ്പിക്കുമെന്നാണ് സൂചന. അതുകൊണ്ട് തന്നെ ഈ 4 ആഴ്ചയ്ക്കുള്ളിൽ ആർ സുഗതനെ ഇടക്കാല ജാമ്യത്തിലെങ്കിലും എത്തിച്ച് സത്യപ്രതിജ്ഞ ചെയ്യിക്കാനാണ് BJP ശ്രമിക്കുന്നത്. ഈ ശ്രമത്തിനിടയിലാണ് അവിശ്വാസ പ്രമേയം വരുന്നത്. അങ്ങനെ അവിശ്വാസ പ്രമേയം വന്നാൽ 49 പേരുടെ പിന്തുണ മാത്രമേ BJPക്ക് ഉണ്ടാവുകയുള്ളൂ. അതിൽ ഒരാൾ ആർ സുഗതന് ഹാജരാകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഈ ഒരാൾ, അതായത് ഈ ഇടത് സ്വതന്ത്രനെ കൂടാതെ മറ്റു 2 സ്വതന്ത്രന്മാരും BJPക്കൊപ്പം നിന്നാൽ മാത്രമേ BJPക്ക് അവിശ്വാസ പ്രമേയത്തെ അതിജീവിക്കാൻ കഴിയുകയുള്ളൂ. ഇല്ലെങ്കിൽ 50-50 എന്ന നിലയിലേക്ക് പോകും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. മേയർ അടക്കമുള്ളവർ വോട്ട് ചെയ്താൽ 50-50 എന്ന തുല്യ നിലയിലേക്ക് പോകും. അപ്പോൾ എങ്ങനെയാകും തീരുമാനം വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെയാണ് BJP ഒരു അനിശ്ചിതത്വം കാണുന്നത്. പക്ഷേ ഇതിന് ഈ കോൺഗ്രസിന്റെ അവിശ്വാസ പ്രമേയത്തിന് LDF കൈകൊടുക്കേണ്ടതുണ്ട്. LDF കൈകൊടുത്താൽ മാത്രമേ, അല്ലെങ്കിൽ LDF ഈ അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്താൽ മാത്രമേ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയുള്ളൂ. LDF കോൺഗ്രസുമായി ഒത്തുചേരാതിരുന്നാൽ തീർച്ചയായും അവിശ്വാസ പ്രമേയത്തെ അതിജീവിക്കാൻ BJPക്ക് സാധിക്കും എന്നൊരു രാഷ്ട്രീയ സാഹചര്യവുമുണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം LDFും BJPയും തമ്മിൽ വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇരുവശവും തമ്മിൽ കയ്യാങ്കളിയിലേക്ക് പോയി എന്ന സാഹചര്യം വരെയുണ്ട്. ഇന്ന് CPM നേതാവ് മുൻ മന്ത്രിയുമായ V ശിവൻകുട്ടി പറഞ്ഞത് LDFിന്റെ നേതാക്കന്മാരും പ്രവർത്തകരും കഴിഞ്ഞ ദിവസം സംയമനം പാലിച്ചതുകൊണ്ട് മാത്രമാണ് വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരുന്നത്. BJPയുടെ കൗൺസിലർമാരാണ് മേയറുടെ നേതൃത്വത്തിൽ അവിടെ ഗുണ്ടായിസം കാട്ടിയത്. പക്ഷേ CPM പ്രവർത്തകർ അല്ലെങ്കിൽ LDFിന്റെ പ്രവർത്തകർ പരമാവധി സംയമനം പാലിച്ചു. ആ സംയമനം പാലിച്ചിരുന്നില്ല എങ്കിൽ തീർച്ചയായും വലിയൊരു അക്രമത്തിലേക്ക് കാര്യങ്ങൾ പോയേനെ എന്ന് പറഞ്ഞിരുന്നു. അതായത് ഇരുഭാഗവും ഇപ്പോൾ വലിയ സംഘർഷത്തിലാണ്. ഈ സാഹചര്യത്തിൽ BJPയെ അനുകൂലിക്കാൻ CPMന് എങ്ങനെ സാധിക്കുമെന്ന ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കോൺഗ്രസ് LDF ലീഡിനെ കുറിച്ച് UDFും കോൺഗ്രസും എല്ലാം പരാതിപ്പെടുന്നുണ്ട്. ഈ പരാതി UDFനും ശരിയാണ് എന്ന് വരുത്തി തീർക്കാൻ സാധിക്കും ഈ അവിശ്വാസ പ്രമേയവുമായി LDF സഹകരിച്ചില്ല എങ്കിൽ. പക്ഷേ അതേസമയം തന്നെ LDFും കോൺഗ്രസും കൂട്ടുകൂടി BJPയെ പുറത്താക്കുന്നു എന്നൊരു സിദ്ധാന്തം അവതരിപ്പിക്കാൻ BJPക്കും സാധിക്കും. അത് BJPക്ക് തിരുവനന്തപുരത്ത് പ്രത്യേകിച്ചും വലിയ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കി കൊടുക്കും ഇന്നല്ലെങ്കിൽ നാളെ എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ പാർട്ടികൾ അല്ലെങ്കിൽ മുന്നണികൾ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ സുഗതനടക്കമുള്ളവരുടെ ഫാക്ടർ അത് വലിയ പ്രശ്നമായി BJPക്ക് വീണ്ടും തുടരുകയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായ കയ്യാങ്കളി, ആ കയ്യാങ്കളിയുടെ പശ്ചാത്തലത്തിൽ ഒരു രാഷ്ട്രീയ അടവ് എന്ന നിലയിൽ UDF രംഗത്ത് വരുന്നു. ഇതെല്ലാം BJPയെ പ്രതിസന്ധിയിലാക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. BJP LDF തർക്കം കാരണം നഗരസഭാ ഭരണം സ്തംഭിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കൗൺസിൽ വിളിച്ചു ചേർക്കാൻ മേയർക്ക് സാധിക്കുന്നില്ല. കാരണം ഒരു കൗൺസിലിൽ കൂടി ഈ സുഗതൻ പങ്കെടുത്തില്ല, അല്ലെങ്കിൽ 2 കൗൺസിലിൽ കൂടി സുഗതൻ പങ്കെടുത്തില്ല എങ്കിൽ തീർച്ചയായും അത് അയോഗ്യതയിലേക്ക് പോകുമെന്ന സാഹചര്യമുണ്ട്. ഈ സാഹചര്യം ഇല്ലാതാക്കാനായി കൗൺസിൽ മീറ്റിംഗ് ഒഴിവാക്കുകയാണ് ഭരണപക്ഷം. മൊത്തത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ ഒരു വലിയ ഭരണ പ്രതിസന്ധിയുണ്ട്, ഭരണസ്തംഭനമുണ്ട്. ആ ഭരണസ്തംഭനം ആരോപിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോൾ ഒരു അവിശ്വാസ പ്രമേയവുമായി രംഗത്ത് വരുന്നത്. എന്തായാലും വലിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് തലസ്ഥാനം വേദിയാവുകയാണ്.
അവിശ്വാസ പ്രമേയം വരുമോ? അങ്ങനെ അവിശ്വാസ പ്രമേയം വന്നു കഴിഞ്ഞാൽ LDF ആ അവിശ്വാസ പ്രമേയത്തിന് കൈകൊടുക്കുമോ? അങ്ങനെ കൈകൊടുത്തു കഴിഞ്ഞാൽ BJPക്ക് അത് അതിജീവിക്കാൻ സാധിക്കുമോ? എന്തൊക്കെ രാഷ്ട്രീയ അടവുകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ രാഷ്ട്രീയ പ്രതിരോധങ്ങളായിരിക്കും BJP വരും ദിവസങ്ങളിൽ ഭരണം നിലനിർത്താനായി തിരുവനന്തപുരത്ത് എടുക്കുക? ഇതെല്ലാമായിരിക്കും വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യുക. തലസ്ഥാന നഗരം ഒരിക്കൽ കൂടി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊണ്ട് നിറയുകയാണ്.